all to Let's EduTips. PSC എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്താന്ന് പറഞ്ഞു, 3 ടൈപ്സ് അല്ലെ, അതായത് പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്നിങ്ങനെ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം കുറച്ച് ഇറഗുലർ കമ്പാരിസൺ പറഞ്ഞു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഓക്കെ, പിന്നെ ഞാൻ പോസിറ്റീവ് ഡിഗ്രിയിൽ ഓരോ അഡ്ജക്റ്റീവ് അഡ്വർബും വെച്ച് മാത്രമേ നമുക്ക് പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമുക്ക് ഇത് വച്ചുകൊണ്ട് എങ്ങനെയാണ് PSC എക്സാമിനേഷൻ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കൂ, രാജസ്ഥാൻ ഈസ് എ ലാർജ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. രാജസ്ഥാൻ ഈസ് എ ലാർജ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. രാജസ്ഥാൻ ഈസ് ലാർജർ ദാൻ എനി അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. രാജസ്ഥാൻ ഈസ് ദ ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് സെന്റൻസ് അഗൈൻ, രാജസ്ഥാൻ ഈസ് എ ലാർജ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. പോസിറ്റീവ് ഡിഗ്രിയുടെ കേസിൽ ഞാൻ പറഞ്ഞു, ഒരു വ്യക്തിയുടെയോ ഒരു കാര്യത്തിന്റെയോ ഒരു സ്ഥലത്തിന്റെയോ ഒക്കെ സവിശേഷതയെ കാണിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന അഡ്ജക്റ്റീവ് ഫോമാണ് ഏത്, പോസിറ്റീവ് ഡിഗ്രി അല്ലെ. രാജസ്ഥാൻ ഈസ് എ ലാർജ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, രാജസ്ഥാന്റെ പ്രത്യേകതയാണ് അവിടെ നമ്മൾ ചർച്ച ചെയ്തത്. രണ്ടാമത്തെ കേസ് നോക്കൂ, രാജസ്ഥാൻ ഈസ് ലാർജർ ദാൻ എനി അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളെ പറ്റി കമ്പയർ ചെയ്യാനാണ് സാധാരണ എന്ത് യൂസ് ചെയ്യുന്നത്, കമ്പാരിറ്റീവ് ഡിഗ്രി. അപ്പം ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെക്കാട്ടിലും വലുതാണ് രാജസ്ഥാൻ എന്നുള്ള രീതിയിൽ കമ്പാരിസൺ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നു, മോണോസിലബിൾ വേർഡിന് ER ചേർത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, കമ്പാരിറ്റീവ് ഫോം കിട്ടും. EST ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പർലേറ്റീവ് കിട്ടും. കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ദാൻ യൂസ് ചെയ്യണം എന്നുള്ളതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക് ആയിട്ട് പറഞ്ഞിരുന്നു. അടുത്ത നോക്കൂ, രാജസ്ഥാൻ ഈസ് ദ ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇവിടെ ലാർജസ്റ്റ് എന്ന് പറയുന്നതാണ് സൂപ്പർലേറ്റീവ് ഫോം. അതിന് മുൻപ് എന്ത് ചേർക്കണം, ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർത്തിരിക്കണം എന്നുള്ളതും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. അതായത് ലാർജർ പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഫോം ആണ് ലാർജർ, സൂപ്പർലേറ്റീവ് ഫോം ലാർജസ്റ്റ്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഏരിയയിൽ നിന്നും PSC നമ്മളോട് ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കാറുണ്ട്. അതിലുള്ള ഒരു രീതിയാണ് നമ്മൾ ഇപ്പം ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇതാ നോക്കൂ, first question, Vaishak is the dash boy in the class. Vaishak is the dash boy in the class. Option A, most clever. Option B, cleverer. Option C, clever. And option D, cleverest. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളിപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും അതിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം അല്ല, എങ്കിൽ മാത്രം നമുക്ക് ആദ്യം ചെയ്ത് കഴിയാനും വളരെ സ്പീഡിൽ എല്ലാ ക്വസ്റ്റ്യനിലൂടെയും കടന്നു പോകാൻ സാധിക്കുള്ളൂ. അപ്പം ഇങ്ങനെ ഇത് പഠിക്കാനുള്ള ഒരു ട്രിക്ക് പറയാം. പെട്ടെന്ന് നമുക്ക് ഇതിനെ ആൻസർ ചെയ്യണം. പെട്ടെന്ന് ആൻസർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നുകൂടി വായിക്കുവാണേ. വൈശാഖ് ഈസ് ദ ഡാഷ് ബോയ് ഇൻ ദ ക്ലാസ്. ഈ ഡാഷിന് മുമ്പ് ദാ കിടക്കുന്ന കണ്ടോ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ ഡാഷിന് മുമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്കറിയാം, നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന എന്താണ്, സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് തൊട്ട് മുൻപ് എന്തുണ്ടാവും, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഏതാന്ന് നോക്കിയാൽ പോരെ. നോക്കാം. ഓപ്ഷൻ A മോസ്റ്റ് ക്ലെവർ ആണ്, ഓപ്ഷൻ B ക്ലെവറർ ആണ്, ഓപ്ഷൻ C ക്ലെവർ ആണ്, ഓപ്ഷൻ D എന്താണ്, ക്ലെവറസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന എന്താണ്, ക്ലെവറസ്റ്റ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, മോസ്റ്റ് ക്ലെവർ എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഫോം അല്ലേ എന്നൊരു സംശയം ഉണ്ടാവും. അതെ, മോസ്റ്റ് ക്ലെവർ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം ക്ലെവർ, മോർ ക്ലെവർ, മോസ്റ്റ് ക്ലെവർ, അങ്ങനെയും നമുക്ക് പറയാവുന്നതാണ്. പക്ഷേ ഈ മോറും മോസ്റ്റും വരുന്ന രൂപങ്ങൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന രണ്ട് വ്യക്തികളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴല്ല, എന്തെങ്കിലും ഗുണങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോഴാണ് മോറും മോസ്റ്റും ചേർന്ന രൂപം യൂസ് ചെയ്യാറുള്ളത്. ഇവിടെ പറയുന്നത് എന്താണ്, വൈശാഖ് ഈസ് ദ ക്ലെവറസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. വൈശാഖിനെ ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായിട്ടാണ് നമ്മളിവിടെ താരതമ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നീ ക്ലെവറസ്റ്റ് എന്ന് പറയുന്ന സൂപ്പർലേറ്റീവ് ഫോം ആൻസർ ആയിട്ട് വന്നു. അപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ട മെത്തേഡ് ഏതാണ്, ഡാഷിന് മുൻപ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ വന്നിട്ടുണ്ടോ എങ്കിൽ അവിടെ എന്തായിരിക്കും വരുന്നത്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിരിക്കണം വരേണ്ടത്. നെക്സ്റ്റ് വൺ, പ്രശാന്ത് ഈസ് ടോളർ ദാൻ ഡാഷ്. പ്രശാന്ത് ഈസ് ടോളർ ദാൻ ഡാഷ്. ഇവിടെ നമുക്ക് ടോളർ ദാൻ, അതായത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് അല്ലെ.
ഇനി ഓപ്ഷനിലേക്ക് പോകാം. ഓപ്ഷൻ എ മൈ, ഓപ്ഷൻ ബി മീ, ഓപ്ഷൻ സി ഐ ആൻഡ് ഓപ്ഷൻ ഡി മൈൻ. കുറച്ചൊന്ന് കൺഫ്യൂസിങ് ആണ്. സാധാരണഗതിയിൽ നമ്മൾ ഒരുപാടടുത്ത് തെറ്റായിട്ട് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് പറയാറുള്ളത്, പ്രശാന്ത് ഈസ് ടോളർ ദാൻ മീ എന്നൊക്കെ യൂസ് ചെയ്യുന്ന നമ്മൾ, അല്ലെങ്കിൽ ഷീ ഈസ് ഓൾഡർ ദാൻ മീ എന്നൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ അത് തെറ്റാണ്. കാരണം ഈ ദാനിന് ശേഷം നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് എപ്പോഴും സബ്ജക്റ്റീവ് ഫോമാണ്, അതായത് നോമിനേറ്റീവ് കേസാണ്, സബ്ജക്റ്റീവ് കേസാണ് യൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും ഒബ്ജക്റ്റീവ് കേസ് അല്ല യൂസ് ചെയ്യേണ്ടത്. ഷീ ഈസ് ഓൾഡർ ദാൻ മീ എന്ന് പറയുന്നത് തെറ്റാണ്. അതിന്റെ കറക്റ്റ് ആൻസർ വരും ഷീ ഈസ് ഓൾഡർ ദാൻ ഐ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് എന്താണ്? ഈ ടോളർ ദാൻ എന്ന് പറയുന്ന കമ്പാരിറ്റീവ് ഫോമിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് സബ്ജക്റ്റീവ് കേസ് ആണ്, അല്ലെ? സബ്ജക്റ്റീവ് കേസ് ഒബ്ജക്റ്റീവ് കേസ് ഒക്കെ ജസ്റ്റ് ഞാൻ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിന്റെ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ യൂസ് ചെയ്യേണ്ട സബ്ജക്റ്റീവ് കേസ് ആണ്. സോ അതുകൊണ്ട് ആൻസർ ഏതാണ് വരുന്നത്? ഐ എന്നുള്ളതാണ് സബ്ജക്റ്റീവ് കേസ്. ഇനി നമുക്ക് നോക്കാം. മൈ എന്ന് പറയുന്നത് നമുക്കറിയാം അത് പൊസസീവ് കേസ് ആണ്, എന്റെ പൊസഷൻ അല്ലെ, പൊസസീവ് കേസ് ആണ് മൈ. മീ നോക്കിക്കേ, എന്നെ, അത് ഒബ്ജക്റ്റീവ് കേസ് ആണ്. ഐ സബ്ജക്റ്റീവ് കേസും മൈൻ എന്ന് പറയുന്നത് എൻ്റെ, അതും എന്താണ്? പൊസസീവ് കേസ് ആണ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക. കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ കണ്ടോ, പ്രശാന്ത് ഈസ് ടോളർ ദാൻ ഐ, സബ്ജക്റ്റീവ് കേസ് ആണ് ഇങ്ങനെ വരുമ്പോൾ യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗോൾഡ് ഈസ് ഡാഷ് ദാൻ ഓൾ അതർ മെറ്റൽസ്. ഇത് കണ്ടോ, ഡാഷിന് ശേഷം വന്നിരിക്കുന്ന ദാൻ ആണ്. ദാൻ സാധാരണ യൂസ് ചെയ്യുന്ന എവിടെയാണ്? ദാൻ സാധാരണ യൂസ് ചെയ്യുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് ദാൻ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ഓപ്ഷനിൽ നിന്നുള്ള നമ്മുടെ ആൻസർ ഏത് വരും? കമ്പാരിറ്റീവ് ഫോം ആണല്ലേ വരേണ്ടത്. നോക്കാം. ഓപ്ഷൻ എ മോസ്റ്റ് അട്രാക്റ്റീവ്. മോസ്റ്റ് അട്രാക്റ്റീവ് എന്ന് പറയുന്നത് അട്രാക്റ്റീവിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, അപ്പോൾ അത് ആൻസർ അല്ല. സെക്കൻഡ് കേസ് അട്രാക്റ്റിംഗ്, അതുമല്ല. ഓപ്ഷൻ സി മോർ അട്രാക്റ്റീവ്, ഓപ്ഷൻ ഡി അട്രാക്റ്റീവ്. അട്രാക്റ്റീവ് എന്ന് പറയുന്ന പോസിറ്റീവ് ഡിഗ്രി, മോർ അട്രാക്റ്റീവ് എന്ന് പറയുന്നതാണ് എന്ത്? കമ്പാരിറ്റീവ് ഡിഗ്രി. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഗോൾഡ് ഈസ് മോർ അട്രാക്റ്റീവ് ദാൻ ഓൾ അതർ മെറ്റൽസ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. Which is the Dutch city of India? Which is the Dutch city of India? Option A big, option B biggest, option C bigger and option D most biggest. നമ്മൾ പറഞ്ഞ മെത്തേഡ് അനുസരിച്ചാണെങ്കിൽ, ആ ഒരു ട്രിക്ക് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഡാഷിന് മുൻപ് ദാ വന്നു കഴിഞ്ഞാൽ എന്താണ് വരേണ്ടത്? സൂപ്പർലേറ്റീവ് ഫോം അല്ലെ? ഇതിനകത്ത് സൂപ്പർലേറ്റീവ് ഏതാ ഉള്ളത്? എ ബിഗ് എന്ന് പറയുന്ന പോസിറ്റീവ് ആണ്, ബി ബിഗ്ഗസ്റ്റ്, ബിഗ്ഗസ്റ്റ് എന്ന് പറയുന്നതാണ് എന്താ? സൂപ്പർലേറ്റീവ് ഫോം. മനസ്സിലായോ? അപ്പം വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് സിറ്റി ഓഫ് ഇന്ത്യ, ദായ്ക്ക് ശേഷം സൂപ്പർലേറ്റീവ് ഫോം വരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജേക്കബ് മാരീഡ് എ ഗേൾ ഹു വാസ് ഡാഷ് ദാൻ ഹെർ സിസ്റ്റർ. ജേക്കബ് മാരീഡ് എ ഗേൾ ഹു വാസ് ഡാഷ് ദാൻ ഹെർ സിസ്റ്റർ. ദാ അടുത്ത ട്രിക്കാണ് അല്ലെ. ദാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് കമ്പാരിറ്റീവ് ഡിഗ്രിയെ കാണിക്കുന്നതാണ് എന്ത്? ദാൻ. കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ദാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ജേക്കബിന്റെ വൈഫിനെയും സിസ്റ്ററെയും കൂടി രണ്ടുപേരെ തമ്മിൽ കമ്പയർ ചെയ്യുവാണ്. സോ കമ്പാരിറ്റീവ് ഡിഗ്രി ഫോം ആയിട്ടുള്ള ദാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഡാഷിന്റെ പ്ലേസിൽ വരേണ്ടത് എന്താണ്? കമ്പാരിറ്റീവ് ഫോം ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ കമ്പാരിറ്റീവ് ഫോം നോക്കാം. ഓപ്ഷൻ എ ടോൾ, ഇതാണോ? അല്ല. കാരണം എന്താണ്? അത് പോസിറ്റീവ് ഡിഗ്രി ആണ്. ഓപ്ഷൻ ബി നോക്കൂ, ടോളർ. ദാ ടോളർ എന്ന് പറയുന്നതാണ് കമ്പാരിറ്റീവ് ഫോം. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ സി നമുക്ക് നോക്കാം, ടോളസ്റ്റ് ആണ്. ഓപ്ഷൻ ഡി മോർ ടോളർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റിൻസി ഈസ് ഡാഷ് ദാൻ ഷീൻ. റിൻസി ഈസ് ഡാഷ് ദാൻ ഷീൻ. അഗൈൻ എന്തുണ്ട് ഈ ക്വസ്റ്റിനകത്ത്? ദാൻ ഉണ്ടല്ലേ. അപ്പൊ ഇത് ഡിഗ്രി ഏതാ? കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. തന്നെയല്ല, റിൻസിയെയും ഷീനെയും രണ്ട് വ്യക്തികളെ തമ്മിലാണ് നമ്മളിവിടെ കമ്പാരിസൺ നടത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ വേണ്ടത് എന്താണ്? കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്, അഡ്ജക്റ്റീവ് ആണല്ലേ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നോക്കാം. ഓപ്ഷൻ എ മോർ കറേജിയസ്, അത് കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് അല്ലേ, അപ്പൊ കമ്പാരിറ്റീവ് ഫോം ആണ്. ഓപ്ഷൻ എ എന്ന് പറയുന്ന മോർ കറേജിയസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി എന്താ? മോസ്റ്റ് കറേജിയസ്, സൂപ്പർലേറ്റീവ് ഫോം ആണ്. ഓപ്ഷൻ സി കറേജ് ആൻഡ് ഓപ്ഷൻ ഡി വെരി കറേജിയസ്. സോ കമ്പാരിറ്റീവ് ഡിഗ്രി ആയതുകൊണ്ട് യൂസ് ചെയ്തു ഓപ്ഷൻ എ മോർ കറേജിയസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. രാഹുൽ ഈസ് സീനിയർ ഡാഷ് ഓൾ അതർ കൊളീഗ്സ് ഇൻ ഹിസ് ഓഫീസ്. Rahul is senior dash all other colleagues in his office. Option A 2,
ഓപ്ഷൻ ബി ദാൻ, ഓപ്ഷൻ സി ഓഫ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇവിടെ നോക്കിയാൽ രാഹുൽ ഈസ് സീനിയർ. കുറച്ച് വേർഡ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ വേർഡ്സ് ആയിരുന്നു? സീനിയർ, ജൂനിയർ, സുപ്പീരിയർ, ആൻറ്റീരിയർ, ഇൻഫീരിയർ, എക്സ്റ്റീരിയർ, പ്രിഫർ, പ്രയർ, ഇതുപോലുള്ള എൽഡർ, കുറച്ചധികം വേർഡ്സ് നമ്മൾ പഠിച്ചു. ഇവയ്ക്ക് ശേഷം കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ദാനിന് പകരം വരുന്നത് എന്താവണം? ടു ആയിരിക്കണം എന്ന് പഠിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വേർഡ്സ് കാണുമ്പോഴേ മനസ്സിലാക്കാം സീനിയറിന് ശേഷം എന്തേ വരുള്ളൂ? ടൂവേ വരുള്ളൂ അല്ലേ? സീനിയർ ടു, പ്രയർ ടു, പ്രിഫർ ടു, ജൂനിയർ ടു. അപ്പൊ ഇവിടെ എല്ലാം വരുന്നത് എന്താണ്? രാഹുൽ ഈസ് സീനിയർ ടു ഓൾ അതർ കൊളീഗ്സ് ഇൻ ഹിസ് ഓഫീസ്. ആ ടു അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബാക്കി ഓപ്ഷൻ ഒന്നും നോക്കേണ്ട കാര്യം അവിടെ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, സീമ പ്രിഫേഴ്സ് സാരി ഡാഷ് ചുരിദാർ. സീമ പ്രിഫേഴ്സ് സാരി ഡാഷ് ചുരിദാർ. ഓപ്ഷൻ എ ദാൻ, ഓപ്ഷൻ ബി മോർ ദാൻ, ഓപ്ഷൻ സി ടു, ഓപ്ഷൻ ഡി ബെറ്റർ ദാൻ. ഇവിടെയും പറയുന്ന സീമ പ്രിഫേഴ്സ്, കണ്ടോ? പ്രിഫേഴ്സ് എന്ന് പറയുന്ന ഈ വേർഡ് ഇവിടെ കിടപ്പുണ്ട്. പ്രിഫറിന് ശേഷം എന്തേ വരുള്ളൂ? ടു വരുള്ളൂ. പ്രിഫർ ടു. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ പ്രിഫർ കോഫി ഡാഷ് ടീ. എന്റെ ദൈവമേ, PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് ഈ പറയുന്നത് ഐ പ്രിഫർ കോഫി. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം റിപ്പീറ്റ് അടിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പൊ ഇത് ഓർത്ത് വെച്ചേക്കണം, സാധ്യത ഇനിയുള്ള എക്സാമിന് എവിടെയെങ്കിലും ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. ഐ പ്രിഫർ കോഫി ടു ടീ. ഓപ്ഷൻ ബി എന്നുള്ളതാണ് എന്ത് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ വേർഡ്സ് മറക്കരുത്. സീനിയർ, ജൂനിയർ, എക്സ്റ്റീരിയർ, ഇൻഫീരിയർ, എൽഡർ, പ്രയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചു. ഇന്ന് ഞാൻ ഒരു തവണ പറഞ്ഞു. ഇത് ഓർത്തു വെക്കണം. ഇവയ്ക്ക് ശേഷം കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ എപ്പോഴും എന്തേ വരുള്ളൂ? ടു മാത്രമേ വരുള്ളൂ. അത് തെറ്റിക്കാൻ പാടില്ല. അടുത്തൊരു ടൈപ്പിലേക്ക് പോകാം. വൺ ഓഫ് ദ ടു സൺസ് രഘു ഈസ് ദ ഡാഷ്. വൺ ഓഫ് ദ ടു സൺസ് രഘു ഈസ് ദ ഡാഷ്. ഓപ്ഷൻ എ ടോളർ, ഓപ്ഷൻ ബി ടോളസ്റ്റ്, ഓപ്ഷൻ സി ടോൾ ആൻഡ് ഓപ്ഷൻ ഡി ടോളർ ദാൻ. വൺസ് അഗൈൻ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വൺ ഓഫ് ദ ടു സൺസ് രഘു ഈസ് ദ ഡാഷ്. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? ഡാഷിന് മുമ്പ് ദ ഉണ്ടെങ്കിൽ അവിടെ എന്താകും? അവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആകും എന്നാണല്ലേ പറഞ്ഞത്. പക്ഷെ ഇവിടെ ചെറിയ ഒരു തിരുത്ത് വന്നു, അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ദ കണ്ടോണ്ട് ഓടിച്ചാടി നമുക്ക് പെട്ടെന്ന് അത് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയാൻ പറ്റില്ല. എന്തുണ്ടെങ്കിൽ എന്താ ഉള്ളത്? വൺ ഓഫ് ദ ടു. കണ്ടോ, ഇവിടെ ഓഫ് ദ ടു എന്നൊരു പ്രയോഗം വന്നിട്ടുണ്ട്. വൺ ഓഫ് ദ ടു, ഓഫ് ദ ടു എന്നൊരു പ്രയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഓഫ് ദ ടു എന്നൊരു പ്രയോഗം വന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടു പേരെ തമ്മിലാണല്ലോ കമ്പയർ ചെയ്യുന്നത്. വൺ ഓഫ് ദ ടു സൺസ് രഘു ഈസ് ദ ഡാഷ്. അതായത് വൺ ഓഫ് ദ ടു, രണ്ടു പേരെ തമ്മിലാണ് അവിടെ കമ്പയർ ചെയ്യുന്നത്. രണ്ടു പേരെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അത് ഏതായി? കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് അല്ലേ? അപ്പൊ സൂപ്പർലേറ്റീവ് രണ്ടിൽ കൂടുതൽ വന്നാലേ എന്താവുള്ളൂ? സൂപ്പർലേറ്റീവ് ആവുള്ളൂ. രണ്ടുപേരെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആണെന്ന് അറിഞ്ഞു വെക്കുക. അപ്പം ഈ ഓഫ് ദ ടു എന്നൊരു പ്രയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്? കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. സോ ഓപ്ഷനിലേക്ക് പോകാം. ഓപ്ഷൻ എ ടോളർ, ഓപ്ഷൻ ബി ടോളസ്റ്റ്, ഓപ്ഷൻ സി ടോൾ ആൻഡ് ഓപ്ഷൻ ഡി ടോളർ ദാൻ. ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഓഫ് ദ ടു സൺസ് രഘു ഈസ് ദി ടോളർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓഫ് ദ ടു സൺസ് രഘു ഈസ് ദ ടോളർ. ഓർത്ത് വെക്കണേ, ഓഫ് ദ ടു എന്നൊരു പ്രയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ് ഡിഗ്രി ഈ അഡ്ജക്റ്റീവിന് മുമ്പ് എന്ത് വരാം? ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രീകുട്ടി ഈസ് ഡാഷ് ഓഫ് ദ ടു ഗേൾസ് ഇൻ അവർ ക്ലാസ്. ഇവിടെയും കണ്ടോ ഓഫ് ദ ടുവിന്റെ പ്രയോഗം വന്നിട്ടുണ്ട്. ഓഫ് ദ ടു പ്രയോഗം വന്നു. സോ ഇതെന്താണ്? കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. ഓപ്ഷൻ എ നോക്കിയേ, ദ സ്മാർട്ടർ, ഓപ്ഷൻ ബി ദ സ്മാർട്ടസ്റ്റ്, ഓപ്ഷൻ സി ദ മോർ സ്മാർട്ടർ ആൻഡ് ഓപ്ഷൻ ഡി ദ മോസ്റ്റ് സ്മാർട്ടസ്റ്റ്. ഇവിടെ പറഞ്ഞത് ശ്രീകുട്ടി ഈസ് ഡാഷ് ഓഫ് ദ ടു ഗേൾസ്. ഓഫ് ദ ടു വന്നതുകൊണ്ട് എന്താണ്? അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. സോ എന്ത് വരും? ശ്രീകുട്ടി ഈസ് ദ സ്മാർട്ടർ ഓഫ് ദ ടു ഗേൾസ് ഇൻ അവർ ക്ലാസ്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? ഓഫ് ദ ടു വന്നതുകൊണ്ടാണ് എന്ത് വരുന്നത്? അവിടെ നമുക്ക് സ്മാർട്ടർ എന്ന് പറയുന്ന കമ്പാരിറ്റീവ് ഫോം വന്നു. അതിന് മുമ്പിൽ എന്തുണ്ടാവണം? ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഉണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഡു യു തിങ്ക് ഈസ് ദ ഡാഷ് ഓഫ് യുവർ ടു ഫ്രണ്ട്സ്? ഹു ഡു യു തിങ്ക് ഈസ് ദ ഡാഷ് ഓഫ് യുവർ ടു ഫ്രണ്ട്സ്? ഓപ്ഷൻ എ ക്ലവറർ,
ഓപ്ഷൻ ബി മോർ ക്ലെവർ, ഓപ്ഷൻ സി ക്ലെവറസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി മോസ്റ്റ് ക്ലെവർ. നോക്കൂ, ഹൂ ഡു യു തിങ്ക് ഈസ് ദ ഡാഷ് ഓഫ് യുവർ ടു ഫ്രണ്ട്സ്. ഇവിടെ ഓഫ് ദ ടു പോലെ തന്നെ നമുക്ക് എന്തുണ്ട്, ഓഫ് ടു എന്ന് പറഞ്ഞൊരു സംഭവം കിടപ്പുണ്ട് അല്ലെ, ഇച്ചിരി മാറിയാന്നേ ഉള്ളൂ. ഓഫ് ടു അവിടെ ഉണ്ട്. സോ ഇത് ഏതാണ്, കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ എന്താ വേണ്ടത്, കമ്പാരിറ്റീവ് ഫോം ആണ് വേണ്ടത്. ഇവിടെ ഓപ്ഷൻ എ ക്ലെവറർ, അതേതാണ്, കമ്പാരിറ്റീവ് ഫോം ആണ്. ഹൂ ഡു യു തിങ്ക് ഈസ് ദി ക്ലെവറർ. കണ്ടോ, ദാ കണ്ടോ, കമ്പാരിറ്റീവ് ഫോമിന് മുമ്പ് എന്ത് കിടപ്പുണ്ട്, ദാ കിടപ്പുണ്ട്. അത് ഈ ഓഫ് ദ ടു എന്ന പ്രയോഗം വരുമ്പോഴേ കമ്പാരിറ്റീവ് ഫോമിന് മുമ്പ് നമുക്ക് എന്ത് വരുള്ളൂ, ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വരുന്നുള്ളൂ കേട്ടോ. അപ്പം ഹൂ ഡു യു തിങ്ക് ഈസ് ദ ക്ലെവറർ ഓഫ് യുവർ ടു ഫ്രണ്ട്സ്. തെറ്റിക്കല്ല, ദായ്ക്ക് ശേഷം എല്ലായ്പ്പോഴും സൂപ്പർലേറ്റീവ് ഡിഗ്രി വരില്ല, ഒരു കേസ് ഒഴികെ. ആ കേസ് ഓർത്ത് വെക്കണം. ഓഫ് ദ ടു എന്നൊരു പ്രയോഗം ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ വന്നു കഴിഞ്ഞാൽ ദ എന്ന് പറയുന്ന ആർട്ടിക്കിളിന് ശേഷം വരുന്നത് എന്തായിരിക്കണം, കമ്പാരിറ്റീവ് ഫോം ആയിരിക്കണം വരുന്നത്. ഇത് ഒരിക്കലും തെറ്റിക്കരുത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ചെറിയ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. ഹി ഈസ് ദ ഡാഷ് അഡ്വക്കേറ്റ് ഇൻ ദി ടൗൺ. ഹി ഈസ് ദ ഡാഷ് അഡ്വക്കേറ്റ് ഇൻ ദ ടൗൺ. ഓപ്ഷൻ എ എൽഡർ, ഓപ്ഷൻ ബി ഓൾഡർ, ഓപ്ഷൻ സി എൽഡസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾഡസ്റ്റ്. ഇവിടെ പറയുന്നത് ഈ എൽഡറും ഓൾഡറും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ. ഓൾഡ് എന്ന് പറയുന്ന പോസിറ്റീവ് ഡിഗ്രിയുടെ കമ്പാരിറ്റീവ് ഫോം ആണ് എന്ത്, എൽഡർ, അല്ലെങ്കിൽ എന്ത് വരാം, ഓൾഡർ. അതുപോലെ തന്നെ ഓൾഡ് എന്ന് പറയുന്ന പോസിറ്റീവ് ഡിഗ്രിയുടെ സൂപ്പർലേറ്റീവ് ഫോം ആണ് എൽഡസ്റ്റ്, അതും അല്ലെങ്കിൽ ഓൾഡസ്റ്റ്. അങ്ങനെ കമ്പാരിറ്റീവ് ഫോമിലെ എൽഡറും ഓൾഡറും, ഓൾഡ് എന്ന് പറയുന്ന പോസിറ്റീവ് അഡ്ജക്റ്റീവിന്റെ കമ്പാരിറ്റീവ് ഫോമും എൽഡസ്റ്റും ഓൾഡസ്റ്റും അതിന്റെ സൂപ്പർലേറ്റീവ് ഫോമുമാണ് അല്ലെ. അപ്പോൾ ഒരു കൺഫ്യൂഷൻ അവിടെ വരാം. ഇനി ഓർക്കുക, ഹി ഈസ് ദ ഡാഷ് അഡ്വക്കേറ്റ് ഇൻ ദ ടൗൺ. ഇവിടെ നമ്മൾ ടൗണിലെ അഡ്വക്കേറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് മതി, ഇത് ഈസ് ദ ഡാഷ് അഡ്വക്കേറ്റ് ഇൻ ദ ടൗണിലെ അഡ്വക്കേറ്റ്സ്മാരെ കുറിച്ച്. അപ്പോൾ ഒന്നിൽ രണ്ടിലധികം ആൾക്കാരുണ്ട് അല്ലെ, രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ അവ എന്തേ വരുള്ളൂ, സൂപ്പർലേറ്റീവ് ഡിഗ്രി വരുള്ളൂ. ആദ്യം നിന്നിരിക്കുന്ന ഓപ്ഷൻ എ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, അത് എലിമിനേറ്റ് ചെയ്തു. ഓപ്ഷൻ ബി എന്താണ്, കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, എലിമിനേറ്റ് ചെയ്തു. ദെൻ ഓപ്ഷൻ സി എൽഡസ്റ്റും ഓപ്ഷൻ ഡി എന്താണ്, ഓൾഡസ്റ്റും ആണ് തന്നിരിക്കുന്നത്. ഇവിടെയാണ് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. കാരണം ഇവിടെ പറയുന്നത് ടൗണിലെ അഡ്വക്കേറ്റ്സ്മാരെ കുറിച്ചാണ് പറയുന്നത്, അതായത് ബ്ലഡ് റിലേഷൻ അല്ല പറയുന്നത്. ബ്ലഡ് റിലേഷനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മാത്രമേ എന്ത് വരത്തുള്ളൂ, എൽഡർ അല്ലെങ്കിൽ എൽഡസ്റ്റ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് റൈറ്റ് ഉള്ളൂ. അപ്പൊ ഇവിടെ മറ്റ് അഡ്വക്കേറ്റ്മാരെ കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ ഇത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയതുകൊണ്ടും ആൻസർ ഏതാണ്, ഓൾഡസ്റ്റ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ സിമിലർ ടൈപ്പ് തന്നെയാണ്. ഹി ഈസ് ദ ഡാഷ് മെമ്പർ ഓഫ് ദി ക്ലബ്. ഇവിടെ പറയുന്നത് ക്ലബിലെ മെമ്പേഴ്സിനെ കുറിച്ചാണ്. ഓപ്ഷൻ എ എൽഡസ്റ്റ്, ഓപ്ഷൻ ബി ഓൾഡ്, ഓപ്ഷൻ സി ഓൾഡസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി എൽഡർ. ക്ലബിലെ മെമ്പേഴ്സിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ രണ്ടിലധികം ആൾക്കാർ അവിടെ ഉണ്ടല്ലോ. അപ്പൊ അവിടെയും വേണ്ടത് എന്താണ്, സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഓപ്ഷൻ എ എൽഡസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി പോസിറ്റീവ് ഡിഗ്രിയാണ്, അത് എലിമിനേറ്റ് ചെയ്തു. ഓപ്ഷൻ സി ഓൾഡസ്റ്റ് സൂപ്പർലേറ്റീവ് ആണ്. ഓപ്ഷൻ ഡി എൽഡർ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, അതിനെ എലിമിനേറ്റ് ചെയ്തു. ഇനി ഞാൻ വീണ്ടും പറയുവാണ്, ഇവിടെ ക്ലബിലെ മെമ്പേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ക്ലബിലെ മെമ്പേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അത് ബ്ലഡ് റിലേഷൻ അല്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം ഓൾഡസ്റ്റ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സി മൈ സിസ്റ്റർ ഈസ് ഡാഷ് ദാൻ മീ. മൈ സിസ്റ്റർ ഈസ് ഡാഷ് ദാൻ മീ. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത മിസ്റ്റേക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. മൈ സിസ്റ്റർ ഈസ് ഡാഷ് ദാൻ മീ. ഇവിടെ മീ അല്ല ആക്ച്വലി വരുന്നത്, അതുകൊണ്ട് ദാൻ അല്ല യൂസ് ചെയ്യേണ്ടത്. ഇവിടെ വരുന്നത് മൈ സിസ്റ്റർ ഈസ് ഡാഷ് ടു ഐ. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ആണത്. മൈ സിസ്റ്റർ ഈസ് ഡാഷ് ടു ഐ. ഇത് നോക്കൂ, ഓപ്ഷൻ എ ഓൾഡ്, ഓപ്ഷൻ ബി എൽഡർ, ഓപ്ഷൻ സി ഓൾഡസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾഡർ. ഇവിടെ മൈ സിസ്റ്റർ ഈസ് ഡാഷ് ടു ഐ. ഇവിടെ രണ്ടുപേരെ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. ഒന്ന് മൈ സിസ്റ്ററും മറ്റൊന്നാരാണ്, ഐ എന്നെയും കൂടിയാണ് അല്ലെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ രണ്ട് വ്യക്തികളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്, കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ആണല്ലോ. കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കറിയാം ഓപ്ഷൻ എ എന്ന് പറയുന്ന പോസിറ്റീവ് ഡിഗ്രിയാണ്, അത് എലിമിനേറ്റ് ചെയ്തു. ദെൻ ഓപ്ഷൻ ബി എൽഡർ കമ്പാരിറ്റീവ് ഫോമിലാണ്. ഓപ്ഷൻ സി ഓൾഡസ്റ്റ് എലിമിനേറ്റ് ചെയ്തു, കാരണം അത് സൂപ്പർലേറ്റീവ് ആണ്. ദെൻ ഓപ്ഷൻ ഡി ഇവിടെ ഓൾഡർ, അതും കമ്പാരിറ്റീവ് ആണ്. അതായത് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും എന്താണ്, കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് വരുന്നത്.
ഇനി ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടി പോകാം. മൈ സിസ്റ്റർ ഈസ് ഡാഷ് ടു മീ. ഇവിടെ പറയുന്ന എൻ്റെ സിസ്റ്ററിന്റെ കാര്യമാണ്. അതായത് ഇത് ഫാമിലി റിലേഷനെ കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ ബ്ലഡ് റിലേഷനെ കാണിക്കുന്നതാണ്. ബ്ലഡ് റിലേഷനെ കാണിക്കുന്ന കേസ് വരുമ്പോൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഓൾഡർ ആണോ എൽഡർ ആണോ യൂസ് ചെയ്യേണ്ടത്? അവിടെ യൂസ് ചെയ്യേണ്ടത് എൽഡർ ആണ് അല്ലെ. അല്ലാത്ത രീതിയിൽ നമ്മൾ പറയുമ്പോൾ ഇപ്പൊ ഫ്രണ്ട്സ് ആണ്, ഇവിടെ ഇരിക്കട്ടെ, മൈ ഫ്രണ്ട് ഈസ് ഓൾഡർ ദാൻ മീ എന്ന് പറയാം. മൈ ഫ്രണ്ട് ഈസ് ഓൾഡർ ദാൻ മീ. മൈ സിസ്റ്റർ ഈസ് എൽഡർ ടു മീ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ, എൽഡറിന് ശേഷം നമ്മൾ ദാൻ അല്ല യൂസ് ചെയ്യേണ്ടത്, എൽഡറിന് ശേഷം യൂസ് ചെയ്യേണ്ടത് എന്താണ്? ടു ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. കേരള ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇറ്റ്സ് പോസിറ്റീവ് ഡിഗ്രി ഈസ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇത് എഴുതിയത് എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെയും ചോദിക്കാം. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ഒരു 15 ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 15 ഞാൻ എടുത്തു. അപ്പോൾ എങ്ങനെ ഏതെല്ലാം രീതിയിൽ നിന്ന് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ ചോദിക്കാം എന്ന് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആ ഒരു മെത്തേഡിലൂടെ പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ, കേരള ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇറ്റ്സ് പോസിറ്റീവ് ഡിഗ്രി. ഈ തന്നിരിക്കുന്ന ഈ സെന്റൻസിന്റെ പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത്. 4 ഓപ്ഷനൊക്കെ ഉണ്ട്, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണേ, എന്താ കേരള ഈസ് ദ മോസ്റ്റ്, ഇത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ്. ഇങ്ങനെയും നമ്മളോട് PSC ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് LDCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പക്ഷെ ഡിഗ്രി ലെവലിലും വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. LDC ക്വസ്റ്റ്യൻ അവിടെ മറ്റ് പല എക്സാംസിനും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അറിഞ്ഞു വെക്കുക, നമുക്ക് ഒരു പോസിറ്റീവ് ഡിഗ്രി തന്നിട്ട് അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്തായിരിക്കും എന്ന് ചോദിക്കാം, സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്തായിരിക്കും എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി വന്നിട്ട് കമ്പാരിറ്റീവിലേക്ക് അതിൻ്റെ കമ്പാരിറ്റീവ് ഫോം എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ഡിഗ്രി വന്നിട്ട് അതിനെ സൂപ്പർലേറ്റീവിലേക്കും പോസിറ്റീവിലേക്കും ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇന്റർചേഞ്ചിങ് ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഇന്നിപ്പോൾ ഞാനിത് പറയുന്നില്ല. ഇത് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ മനസ്സിരുത്തി പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഇത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പം ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയുള്ള നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ, വളരെ കുറച്ച് ടൈമേ നമുക്കുള്ളൂ. ഈ കൊറോണ ഇഷ്യൂസ് ഒക്കെ കാരണം ഗവൺമെൻറ് ഓരോ ദിവസവും ഓരോ രീതിയിലൊക്കെയാണ് നമുക്ക് വാർത്തകൾ, ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അനുസരിച്ച് പറഞ്ഞിരുന്നത് ഉടനെ തന്നെ എക്സാംസ് ഒക്കെ നടത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ടൈം കുറവാണ്. അപ്പോൾ ആ ഉള്ള ടൈമിൽ വെച്ച് നിങ്ങൾ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.